ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ഫസ്റ്റ് ഗോവൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് ടൊവിനോ തോമസ്. ടൊവിനോയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട 10 സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് കൽക്കിയാണ്. 2019 പുറത്തിറങ്ങിയ സിനിമ. പ്രവീണായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 9 9ാം സ്ഥാനത്തുള്ളത് ഗപ്പിയാണ്. 2016 പുറത്തിറങ്ങിയ സിനിമ. ജോൺ പോൾ ജോർജ് ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. നമ്പർ 8 ലൂക്ക. 2019 പുറത്തിറങ്ങിയ സിനിമ. അരുൺ ബോസ് ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. നമ്പർ 7 ഒരുപക്ഷെ ഇതായിരിക്കും കൂടുതൽ ആളുകളുടെയും ഫേവറേറ്റ് ടൊവിനോ മൂവി എന്ന് പറയുന്നത്, മായാനദി. ടൊവിനോയുടെ കരിയറിലെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയ സിനിമയായിരുന്നു മായാനദി. ആഷിക് കപൂർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. 2017 ചിത്രം പുറത്തിറങ്ങിയത്. 6ാം സ്ഥാനത്തുള്ളത് ടൊവിനോയുടെ കരിയറിൽ ടേണിംഗ് പോയിൻ്റ് ആയ ഒരു സിനിമ, ഒരു മെക്സിക്കൻ അപാരത. 2017 തന്നെയായിരുന്നു ഇതും പുറത്തിറങ്ങിയത്. ടോം ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. നമ്പർ 5 ഗോദ. 2017 തന്നെ നല്ലൊരു വർഷമായിരുന്നു ടൊവിനോയെ സംബന്ധിച്ച്. 2017 തന്നെ പുറത്തിറങ്ങിയ സിനിമ. ബേസിൽ ജോസഫ് ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. ഗോദ. നമ്പർ 4 തീവണ്ടി. 2018 പുറത്തിറങ്ങിയ സിനിമ. ഫെലിനി ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. തീവണ്ടി. അതിലെ ഗാനങ്ങളും മനോഹരമാണ്. ജീവാംശമായി എന്ന് തുടങ്ങുന്ന ഗാനമൊക്കെ മൈ ഫേവറേറ്റാണ്. 2018 പുറത്തിറങ്ങിയ വിജയ ചിത്രമായിരുന്നു തീവണ്ടി എന്നത്. അടുത്ത 3ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ ഫേവറേറ്റ് ടൊവിനോ ചിത്രം. 2022 പുറത്തിറങ്ങിയ സിനിമ. 2018 സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫ്. 2ാം സ്ഥാനത്തുള്ളത് തല്ലുമാല. 2022 പുറത്തിറങ്ങിയ സിനിമ. ഖാലിദായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. തല്ലുമാല. നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ടൊവിനോ ചിത്രം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട ടൊവിനോ ചിത്രം, ഒരുപക്ഷെ കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ടൊവിനോ ചിത്രം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. 2021 പുറത്തിറങ്ങിയ ചിത്രം മിന്നൽ മുരളി. ബേസിൽ ജോസഫ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.